ഹായ് ഓൾ, ഏഡസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും PSCയുമായിട്ട് ബന്ധപ്പെട്ട് ചില തസ്തികകളുടെ അപ്ഡേഷൻസ് കംപ്ലീറ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. അതായത് PSCയിൽ ഓരോ തസ്തികയ്ക്കും അപേക്ഷ വരും, അതിനുശേഷം കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണം കൃത്യമായിട്ട് PSC അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഓരോ തസ്തികകളായിട്ട് നമ്മൾ എടുത്തിട്ട് അതിൻ്റെ കോമ്പറ്റീഷൻ ലെവൽ എത്രത്തോളം ഉണ്ട് എന്ന് ഫൈനൽ ലാപ്പിൽ ഉദ്യോഗാർത്ഥികൾക്ക് കൃത്യമായ ധാരണ കിട്ടത്തക്ക രീതിയിലുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം തസ്തികകൾ അപ്ലൈ ചെയ്തിരിക്കുന്ന എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, ഏതൊരു പരീക്ഷയുടെയും മത്സരം തീരുമാനിക്കുന്നത് അവസാനത്തെ ഉദ്യോഗാർത്ഥികളാണ്. ഈ കൺഫർമേഷൻ എന്ന് പറയുന്ന സംവിധാനം PSCയിലേക്ക് വന്ന ശേഷം ധാരാളം ഉദ്യോഗാർത്ഥികൾ കൺഫർമേഷൻ നൽകാതെ തന്നെ പുറത്തു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. മാത്രമല്ല, കൺഫർമേഷൻ നൽകിയ ശേഷവും ചെറിയൊരു ശതമാനം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നില്ല എന്നതും പൊതുവെ കണ്ടുവരുന്ന രീതിയാണ്. നമ്മൾ ഓരോരോ തസ്തികകളായിട്ട് നോക്കുകയാണ്. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ മിഷനിസ്റ്റ് എന്ന് പറയുന്ന തസ്തികയാണ്. കാറ്റഗറി നമ്പർ 663/2023 എന്ന നമ്പറിൽ വന്നിരിക്കുന്ന ഈ ഒരു തസ്തികയിലെ എക്സാമിനേഷന്റെ ഡേറ്റ് 21/1/2025 അതായത് വരുന്ന ജനുവരി മാസം 21 തീയതിയാണ് ഇതിന്റെ എക്സാമിനേഷന്റെ ഡേറ്റ് ആയിട്ട് PSC നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു തസ്തികയിൽ നിലവിൽ എത്ര ഉദ്യോഗാർത്ഥികളാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഒരു തസ്തികയിലേക്ക് പൂർണ്ണമായിട്ടും യോഗ്യത വെച്ച് അപേക്ഷിച്ചിരുന്ന മൊത്തം ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 9965 പേരായിരുന്നു. മുഴുവനായിട്ട് ഇതിന് അപേക്ഷിച്ചിരുന്നവരുടെ എണ്ണമാണ്. എന്നാൽ ഈ ഒരു കൺഫർമേഷന് ശേഷം, അതായത് കൺഫർമേഷൻ കൊടുക്കാതെ നിലവിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 3889 എന്നൊരു നമ്പറിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. അതായത് വലിയ ഒരു സംഖ്യ ഉദ്യോഗാർത്ഥികൾ കൺഫർമേഷൻ കൊടുക്കാതെ പുറത്തു പോയിരിക്കുന്നു എന്ന് വേണം കണക്കാക്കാൻ. അതായത് എത്രത്തോളം എളുപ്പമായി മാറിയിരിക്കുന്നു. നിങ്ങൾ കൺഫർമേഷൻ കൊടുത്തവരാണെങ്കിൽ നിങ്ങളുടെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു മത്സരത്തിന്റെ ക്യാൻവാസ് എത്രത്തോളം ചെറുതായിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും നല്ലൊരു വിസിബിൾ എക്സാമ്പിൾ ആണ് നമ്മൾ കാണുന്നത്. കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്കിത് പാസ്സാവാൻ പറ്റും എന്നതിന്റെ ഏറ്റവും നല്ലൊരു എവിഡൻസ് ആണ്. അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻവാലിഡ് ആയി പോയത് 6076 പേരുടെ ആപ്ലിക്കേഷൻ ഇൻവാലിഡ് ആയി. അതായത് ഒരു വലിയ മത്സരം ഇവിടെ തന്നെ കഴിഞ്ഞിരിക്കുന്നു എന്നത് വലിയ ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ 3889 പേരിൽ എത്ര പേരായിരിക്കും നന്നായിട്ട് പഠിച്ചിട്ട് വരുന്നത്? പലപ്പോഴും പകുതിയിൽ താഴെ ആൾക്കാരായിരിക്കും. അതായത് വീണ്ടും മത്സരത്തിന്റെ അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ ലെവൽ കുറയുന്നു എന്ന് വേണം നമ്മൾ കണക്കാക്കാൻ. അപ്പൊ കൃത്യമായ ഒരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു തസ്തികയിൽ ഉന്നതമായ റാങ്കിൽ പ്ലേസ് ചെയ്യാനും ജോലി നേടിയെടുക്കാനും പറ്റുമെന്നുള്ളത് യാതൊരു തർക്കവുമില്ലാതെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇനി പറയാനുള്ളത് ജൂനിയർ ഇൻസ്ട്രക്ടർ ഷീറ്റ് മെറ്റലിന്റെ കാര്യമാണ്. ഇതിന്റെ കാറ്റഗറി നമ്പർ 664/2023 ആയിരുന്നു. ഇതിന്റെ ഡേറ്റ് വന്നിരിക്കുന്നത് ജനുവരി 29 തീയതിയാണ്. 2025 ജനുവരി 29 തീയതിയാണ് ഈ ഒരു പരീക്ഷയുടെ ഡേറ്റ് വന്നിരിക്കുന്നത്. ഈ ഒരു പരീക്ഷയ്ക്ക് മുഴുവൻ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 12,621 പേരായിരുന്നു. ഈ 12,261 പേരിൽ നിലവിൽ അവശേഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ കേവലം 5043 പേരാണ്. ഏതാണ്ട് 7578 പേരോളം പുറത്തു പോയിരിക്കുന്നു എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് നിങ്ങളുടെ ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിലേക്കുള്ള ദൂരം വളരെ പെട്ടെന്ന് കുറയുന്നു എന്നത് ഇവിടെ കാണാൻ പറ്റും. കൃത്യമായ പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ, കൃത്യമായിട്ട് എഫേർട്ട് ഇട്ടാൽ, ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ റാങ്ക് ലിസ്റ്റിന്റെ ഏറ്റവും ടോപ്പിൽ തന്നെ വരാൻ പറ്റും എന്നുള്ളത് വളരെ ഈസി ആയിട്ട് സാധ്യമാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തി തുടങ്ങുക. നമുക്കറിയാം മറ്റ് കോമ്പറ്റീഷൻ പരീക്ഷകൾ, അതായത് PSCയുടെ മറ്റ് പരീക്ഷകളിലൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാർ എഴുതിയിട്ടാണ് നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുന്നതെങ്കിൽ കേവലം 1000-നോടാണ് നിങ്ങൾ മത്സരിക്കേണ്ടത്. ഈ 5000 എന്ന് പറയുമ്പോൾ പലപ്പോഴും ഇതിൽ പഠിച്ചെഴുതുന്ന ഉദ്യോഗാർത്ഥികൾ 2000-ഓ 1000-ഓ ഒക്കെ ആയിരിക്കും. അതായത് നിങ്ങൾക്ക് പഠിക്കുന്നവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് ഇതിന്റെ അർത്ഥം. ഇനിയും അടുത്ത തസ്തിക എന്ന് പറഞ്ഞാൽ ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് ഡീസൽ ആണ്. മെക്കാനിക് ഡീസലിന്റെ കാറ്റഗറി നമ്പർ 658/2023 ആണ്. ഈ ഒരു പരീക്ഷയുടെ ഡേറ്റ് വരുന്നത് ജനുവരി 27 തീയതി 2025 ഈ ഒരു ഡേറ്റ് വരുന്നത്. ഇതിന്റെ മൊത്തം ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 13,682 പേര് മാത്രമായിരുന്നു. അവസാനം അവശേഷിക്കുന്ന എത്രയാണ്?
കേവലം 5757 പേര് മാത്രമാണ് പരീക്ഷ എഴുതാനുള്ളത്. എത്രത്തോളം നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളാണ് പുറത്തു പോയിരിക്കുന്നത് നോക്ക്. 7895 പേര് പുറത്തു പോയിരിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് പഠിച്ച് കയറുവാനുള്ള അവസരം ധാരാളമായിട്ട് കിട്ടിയിരിക്കുന്നു. കൃത്യമായി പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഉറപ്പുള്ളൊരു കാര്യമാണ്. ഇനി പറയുവാനുള്ളത് ഏണസ്റ്റ് അക്കാഡമിയുടെ റാങ്ക് ഹോൾഡേഴ്സിന്റെ കാര്യമാണ്. നിങ്ങൾക്ക് ഈ ഇമേജിൽ തന്നെ കാണാൻ പറ്റും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ റാങ്ക്, രണ്ടാമത്തെ റാങ്ക്, മൂന്നാമത്തെ റാങ്ക് ഒന്നും ഇപ്പോൾ പുതിയൊരു കാര്യമേ അല്ല. നിരന്തരം ഈ 1, 2, 3 റാങ്കുകൾ ഏണസ്റ്റ് അക്കാഡമിക്ക് നേടിയെടുക്കാൻ പറ്റുകയാണ്. കാരണം ടെക്നിക്കൽ എക്സാം ആണ്, ഉദ്യോഗാർത്ഥികൾ കുറവാണ്, നമ്മൾ കൃത്യമായിട്ട് അവരെ ഗൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും സാധ്യമാവുന്ന കാര്യമാണ്. ഇതേ ഹോട്ടോയിൽ, ഞങ്ങളുടെ ഹോട്ടോയിൽ നിങ്ങളും വരും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. നമ്മുടെ സ്റ്റഡി പ്ലാൻ വെച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഉറപ്പിച്ച് കരുതിക്കോളൂ, വരുന്ന എക്സാമുകളിൽ ഈ നമ്മൾ ഈ പറഞ്ഞ പരീക്ഷകളിൽ തന്നെ നിങ്ങൾക്ക് ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒക്കെ റാങ്കിൽ ഇടം നേടാൻ അവസരം ഉണ്ടായിരിക്കുമെന്നതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാം അടുത്തെത്തിക്കഴിഞ്ഞു. അതിനുവേണ്ടിയുള്ള കോഴ്സുകൾ കൃത്യമായിട്ട് സമയം ബേസ് ചെയ്തുകൊണ്ട് തന്നെ, ടൈം ടേബിൾ ബേസ് ചെയ്ത് തന്നെ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. ലോകത്തിന്റെ ഏത് കോണിലിരുന്ന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള പറ്റുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ചേരാനുള്ള സമയം ലേറ്റായി പോയിട്ടൊന്നുമില്ല. ഇതും റൈറ്റ് ടൈമാണ്. ഇപ്പം പഠിച്ചു തുടങ്ങിയാൽ പോലും നമ്മൾ കണ്ടു കഴിഞ്ഞു ഉദ്യോഗാർത്ഥികളുടെ എണ്ണം. നിങ്ങൾ ആരും മോശക്കാരല്ല. നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു സ്ട്രക്ചറൽ പഠിക്കുക എന്നത് മാത്രമാണ് ഇനിയുള്ളൊരു കടമ്പ. അപേക്ഷിച്ചിരിക്കുന്നവർ നിങ്ങളൊരു കോഴ്സ് എടുത്ത് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്താൽ ഇനിയുള്ള ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ നമ്മൾ കണ്ടതുപോലെ 1, 2, 3 റാങ്കിൽ നിങ്ങൾക്ക് എത്താൻ പറ്റുന്ന സമയമുണ്ട്. ഉടൻ തന്നെ നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്യുക. അതുപോലെ കോഴ്സിനെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും, കണ്ടന്റുമായിട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, താഴെയുള്ള ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഈ പരീക്ഷകളൊക്കെ എഴുതി ഉയർന്ന റാങ്കിൽ എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മറക്കണ്ട, കോഴ്സിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. ഇത് റൈറ്റ് ടൈമായിട്ട് നിങ്ങൾ എടുക്കുക. ഇത് നിങ്ങളുടെ ശരിയായ സമയമായിട്ട് എടുത്ത് നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ ഈ ഉയർന്ന റാങ്ക് എന്നുള്ളത്. അപ്പോൾ എല്ലാവിധ ആശംസകളും. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.